നെക്സ്റ്റ് ടോപ്പിക് ടൈപ്സ് ഓഫ് ഇ ബിസിനസ്. ഇ ബിസിനസ്സിന് മെയിനായിട്ട് 13 ടൈപ്സ് ഉണ്ട്. അതേതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇ ബാങ്കിങ്, ഇ ഇൻഷുറൻസ്, ഇ പ്രൊക്യൂർമെൻറ്റ്, ഇ ടൂറിസം, ഇ ഹോസ്പിറ്റാലിറ്റി, ഇ എയർലൈൻ, ഇ ട്രാവൽ ഏജൻറ്റ്സ്, ഇ റീറ്റെയിലിംഗ്, ഇ മാർക്കറ്റിംഗ്, ഇ അഡ്വർടൈസിംഗ്, ഓൺലൈൻ എൻ്റർടൈൻമെൻറ്റ്, ഇ സർവീസസ് ആൻഡ് ഇ പബ്ലിഷിംഗ്. First point, e-banking or internet banking. It provides a facility to customers to conduct financial and non-financial banking transactions from his or her bank account with the help of ICT. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസിൻ്റെ സഹായത്തോടു കൂടി, അതായത് കമ്പ്യൂട്ടേഴ്സ്, സ്മാർട്ട് ഫോൺ, ഇൻ്റർനെറ്റ് തുടങ്ങിയവയുടെ സഹായത്തോടു കൂടി നോർമലി നമ്മളൊരു ബാങ്കിൽ ചെന്ന് കണ്ടക്ട് ചെയ്യുന്ന പലതരത്തിലുള്ള ആക്ടിവിറ്റീസ്, ഫോർ എക്സാമ്പിൾ ഈ തരത്തിലുള്ള ഫണ്ട് ട്രാൻസ്ഫർ, ക്യാഷ് ഡെപ്പോസിറ്റ് തുടങ്ങിയ ആക്ടിവിറ്റീസ് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇ ബാങ്കിങ് എന്ന് പറയുക. നെക്സ്റ്റ് പോയിന്റ്, ഇ ഇൻഷുറൻസ്. It is similar to a demat account. It offers a reliable facility to keep all our insurance policies in an electronic or dematerialized form. ഒരു വ്യക്തിക്ക് അയാളുടെ കൈവശമുള്ള പലതരത്തിലുള്ള ഇൻഷുറൻസ് പോളിസീസ്, അത് ചിലപ്പോൾ പേഴ്സണൽ ഇൻഷുറൻസ് ആവാം, വെഹിക്കിൾ ഇൻഷുറൻസ് ആവാം, അങ്ങനെ എന്തും ആകാം. അപ്പോൾ ഈ തരത്തിലുള്ള ഇൻഷുറൻസ് പോളിസീസ് ഇലക്ട്രോണിക്കലി അല്ലെങ്കിൽ ഡീമെറ്റീരിയലൈസ്ഡ് ഫോർമാറ്റിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ അല്ലെങ്കിൽ സൂക്ഷിച്ച് വെക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഫെസിലിറ്റിയാണ് ഈ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നമ്മുടെ നോർമലി ഒരു വ്യക്തിക്കുള്ള ഇൻഷുറൻസ് പോളിസീസ് അത് ഇലക്ട്രോണിക്കലി സ്റ്റോർ ചെയ്ത് വെക്കാൻ നമ്മളെ സഹായിക്കുന്ന അല്ലെങ്കിൽ ഇലക്ട്രോണിക്കലി സൂക്ഷിച്ച് വെക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഫെസിലിറ്റിയാണ് ഈ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഇ പ്രൊക്യൂർമെൻറ്റ്. ഇറ്റ് ഈസ് ആൻ ഇ ബിസിനസ് ആക്ടിവിറ്റി ഇൻറ്റൻസ് ടു പ്രൊക്യൂർ ഓർ പർച്ചേസ് raw materials to the business people in time at lesser price. ഒരു ബിസിനസ് ഓർഗനൈസേഷന് അല്ലെങ്കിൽ ബിസിനസ് കണ്ടക്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ആ ഓർഗനൈസേഷനിൽ ആവശ്യമായിട്ടുള്ള പലതരത്തിലുള്ള റാ മെറ്റീരിയൽസ് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഈ ബിസിനസ് ടൈപ്പിനെയാണ് ഈ പ്രൊക്യൂർമെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഇ ടൂറിസം. ഇറ്റ് ഈസ് ദ ഡിജിറ്റലൈസേഷൻ ഓഫ് ഹോൾ ടൂറിസം ഇൻഡസ്ട്രി ആൻഡ് ഇറ്റ്സ് ഇൻഫ്രാസ്ട്രക്ചർ. നമ്മുടെ എൻ്റയർ ടൂറിസം ഇൻഡസ്ട്രിയെ ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിനെയാണ് ഈ ടൂറിസം എന്ന് പറയുന്നത്. അതായത് നോർമലി നമ്മൾ ടൂറിസം എന്ന് പറയുന്ന സെക്ടറിൽ കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്ന പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസിൻ്റെ സഹായത്തോടു കൂടി ഓൺലൈനായിട്ട് കണ്ടക്ട് ചെയ്യുന്നു. അതിനെയാണ് ഈ ടൂറിസം എന്ന് പറയുന്നത്. ഈ ടൂറിസത്തിനകത്ത് കണ്ടക്ട് ചെയ്യുന്ന പലതരത്തിലുള്ള ആക്ടിവിറ്റീസിന് എക്സാമ്പിൾസാണ് ഈ എയർലൈൻസ്, ഈ ഹോസ്പിറ്റാലിറ്റി, ഈ ടൂർ ഓപ്പറേറ്റേഴ്സ് എക്സെട്ര. നെക്സ്റ്റ് പോയിന്റ്, ഈ ഹോസ്പിറ്റാലിറ്റി. ഇറ്റ് ഇൻകോർപ്പറേറ്റ്സ് the entire range of the information and communication technologies in the hospitality sector. ഇവിടെ ഹോസ്പിറ്റാലിറ്റി എന്ന് കേൾക്കുമ്പോൾ ഹോസ്പിറ്റലുകളെക്കുറിച്ച് ആലോചിക്കരുത്, ഇവിടെ ഹോട്ടലുകളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോർമലി ഒരു ഹോട്ടലിൽ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാം. അവിടെ ഈ ആക്ടിവിറ്റീസൊക്കെ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസിൻ്റെ സഹായത്തോടു കൂടി ഇൻ്റർനെറ്റ് വഴിയും കമ്പ്യൂട്ടറുകൾ വഴിയൊക്കെ കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഈ ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഈ എയർലൈൻ. It is the application of information and communication technologies in various airline services such as online booking, e-ticketing, etc. ഒന്നുമില്ല, നമ്മുടെ എയർലൈൻ സർവീസസ് അല്ലെങ്കിൽ എയർലൈൻ ഇൻഡസ്ട്രിയിൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് യൂസ് ചെയ്ത് അവരുടെ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഈ എയർലൈൻ എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് നമ്മൾ ഓൺലൈനായിട്ട് എയർ ടിക്കറ്റുകൾ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നത്, ഇലക്ട്രോണിക് ടിക്കറ്റിംഗ്, ഇതൊക്കെയാണ് എന്തിൻ്റെ എക്സാമ്പിൾസ്, ഈ എയർലൈൻ്റെ എക്സാമ്പിൾസ്. നെക്സ്റ്റ് പോയിന്റ്, ഈ ട്രാവൽ ഏജൻറ്റ്സ്. ഇറ്റ് ഈസ് എ യൂസ് ഓഫ് ICT ടു പ്രൊവൈഡ് അസിസ്റ്റൻസ് ടു ദി ടൂറിസ്റ്റ് ടു പ്ലാൻ, സെലക്ട് ആൻഡ് അറേഞ്ച് ദെയർ ടൂർ പ്രോഗ്രാംസ് വിത്ത് ദ ഹെൽപ്സ് ഓഫ് ഇൻ്റർനെറ്റ്. ഒരു ടൂറിസ്റ്റിന്
അയാളുടെ ടൂർ പ്രോഗ്രാം സെലക്ട് ചെയ്യാനും അത് മാനേജ് ചെയ്യാനും അല്ലെങ്കിൽ അതുമായിട്ട് ചുറ്റിപ്പറ്റിയിട്ടുള്ള ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെയാണ് ഈ ട്രാവൽ ഏജൻറ്റ്സ് എന്ന് പറയുന്നത്. ഒരു ടൂറിസ്റ്റിന് അയാളുടെ ടൂർ പ്രോഗ്രാംസ് മാനേജ് ചെയ്യാനുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം, അതിനെയാണ് ഈ ട്രാവൽ ഏജൻറ്റ്സ് എന്ന് പറയുക. നെക്സ്റ്റ് പോയിന്റ്, ഈ ടൂർ ഓപ്പറേറ്റേഴ്സ്. They offers a variety of package tours online. ഇൻ്റർനെറ്റിൽ പലതരത്തിലുള്ള പാക്കേജ് ടൂറുകൾ പ്രൊവൈഡ് ചെയ്യുന്ന പാർട്ടീസിനെയാണ് ഈ ടൂർ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഇ റീറ്റെയിലിംഗ്. ഇറ്റ് ഈസ് ദ സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ സ്മാൾ ക്വാണ്ടിറ്റി ബൈ യൂസിങ് ഇലക്ട്രോണിക് മീഡിയംസ് ആൻഡ് ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിൻ്റെയും പലതരത്തിലുള്ള ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സിൻ്റെയും സഹായത്തോടു കൂടി ചെറിയ ക്വാണ്ടിറ്റിയിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് വിൽക്കാൻ സഹായിക്കുന്ന ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ വിൽക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഈ റീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. ഈ റീറ്റെയിലിങ്ങിന് 2 ടൈപ്സ് ഉണ്ട്: പ്യുവർ പ്ലേ ഇ റീറ്റെയിലേഴ്സ് ആൻഡ് ബ്രിക്ക് ആൻഡ് ക്ലിക്ക് ഇ റീറ്റെയിലേഴ്സ്. അതിൽ പ്യുവർ പ്ലേ ഇ റീറ്റെയിലേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ, റീറ്റെയിലേഴ്സ് ദാറ്റ് ആർ ഓൺലി പ്രസൻറ്റ് ഇൻ ഓൺലൈൻ. ഓൺലൈനിൽ മാത്രം ഈ തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗുഡ്സോ സർവീസസോ വിൽക്കുന്ന ആൾക്കാരെയാണ് പ്യുവർ പ്ലേ ഇ റീറ്റെയിലേഴ്സ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവർക്ക് യാതൊരു തരത്തിലുള്ള ഫിസിക്കൽ ഔട്ട്ലെറ്റുകളും ഉണ്ടായിരിക്കത്തില്ല. അവർ ഓൺലൈനിൽ മാത്രമായിരിക്കും അവരുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഓൺ ദി അതർ ഹാൻഡ്, ബ്രിക്ക് ആൻഡ് ക്ലിക്ക് ഇ റീറ്റെയിലേഴ്സ് ആർ റീറ്റെയിലേഴ്സ് that present in online and also have the physical outlet. ഓൺലൈനായിട്ടും അവരുടെ പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ സർവീസുകൾ എക്സ്ചേഞ്ച് ചെയ്യുകയും ഫിസിക്കൽ ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ ഓഫ്ലൈൻ മോഡിലും അവരുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസുകൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന റീറ്റെയിലേഴ്സിനെയാണ് ബ്രിക്ക് ആൻഡ് ക്ലിക്ക് ഈ റീറ്റെയിലേഴ്സ് എന്ന് പറയുന്നത്. ഈ പറയുന്ന റീറ്റെയിലേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അവർ പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ആൻഡ് സർവീസസ് ഒരു കസ്റ്റമറിന് ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ തന്നെ ഫിസിക്കൽ ഔട്ട്ലെറ്റ്, അതായത് അവരുടെ തന്നെ ഒരു ഫിസിക്കൽ ഷോപ്പിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാനും പറ്റും. നെക്സ്റ്റ് പോയിന്റ്, ഇ മാർക്കറ്റിംഗ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മാർക്കറ്റിംഗ് എ പ്രോഡക്റ്റ് ഓർ സർവീസ് യൂസിങ് ഇൻ്റർനെറ്റ്. ഏതെങ്കിലും ഓർഗനൈസേഷൻ്റെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് അതിൻ്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റി ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ട് കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഇ ഗ്രോഷേഴ്സ്. ഇ ഗ്രോഷേഴ്സ് ആർ എയ്തർ എ സൂപ്പർ മാർക്കറ്റ് ഓർ എ കൺവീനിയൻസ് സ്റ്റോർ സെൽ ദി ഗ്രോസറി ഐറ്റംസ് ത്രൂ ഓൺലൈൻ. ഓൺലൈനായിട്ട് ഗ്രോസറി പ്രോഡക്ട്സ് എക്സ്ചേഞ്ച് ചെയ്യുന്ന ഈ ബിസിനസ്സിൻ്റെ ഒരു ടൈപ്പിനെയാണ് ഈ ഗ്രോഷേഴ്സ് എന്ന് പറയുന്നത്. അതായത് പലചരക്ക് സാധനങ്ങൾ ഓൺലൈനായിട്ട് വിൽക്കുന്ന ഒരു ഈ ബിസിനസ് ടൈപ്പിനെയാണ് ഈ ഗ്രോഷേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഇ അഡ്വർടൈസിങ്. It is a marketing strategy that use internet to deliver promotional messages or marketing messages to people all over the world by using internet as a global marketing platform. ഇൻ്റർനെറ്റിനെ ഒരു ഗ്ലോബൽ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമായി കണ്ടുകൊണ്ട് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അതിൻ്റെ പ്രൊമോഷണൽ മെസ്സേജസ് ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കണ്ടക്ട് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ഈ അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അതിൻ്റെ അഡ്വർടൈസിങ് ഇൻ്റർനെറ്റിൽ കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഈ അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഇ ലേണിംഗ്. ഇറ്റ് ഈസ് ദ ലേണിംഗ് പ്രോസസ് ക്യാരിഡ് ത്രൂ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റ് വഴി കണ്ടക്ട് ചെയ്യുന്ന ലേണിംഗ് അല്ലെങ്കിൽ പഠനം അതിനെയാണ് ഈ ലേണിംഗ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ ലേണിങ്ങിന് ഒരു എക്സാമ്പിളാണ്. നെക്സ്റ്റ് പോയിന്റ്, ഓൺലൈൻ എൻ്റർടൈൻമെൻറ്റ്. Those are the activities that attracts peoples which giving joy and pleasure through various online and digital avenues. Example, social media, online TV, online video sharing services, online gaming, etc. ഓൺലൈനിൽ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ ഒരു വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജോയ് അല്ലെങ്കിൽ ഒരു സന്തോഷം നൽകുന്ന ആക്ടിവിറ്റീസിനെയാണ് ഓൺലൈൻ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയ, അതായത് നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം,
പിന്നെ യൂട്യൂബ് തുടങ്ങിയതെല്ലാം, അല്ലെങ്കിൽ ഓൺലൈൻ ഗെയിമിംഗ്, ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്? ഓൺലൈൻ എൻ്റർടൈൻമെൻറ്റിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് പോയിൻറ്റ്, ഇലക്ട്രോണിക് പബ്ലിഷിംഗ്. ഇറ്റ് ഇൻറ്റിഗ്രേറ്റ്സ് ദ ഹോൾ പ്രോസസ് ഓഫ് എഡിറ്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് ബുക്സ്, ജേണൽസ്, ആർട്ടിക്കിൾസ്, മാഗസിൻസ് എക്സെട്ര ഇൻ ദി ഡിജിറ്റൽ വേൾഡ്. ഓൺലൈനായി അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ ഏതെങ്കിലും തരത്തിലുള്ള ആർട്ടിക്കിൾസ്, മാഗസിൻസ്, ബുക്സ് ഇതൊക്കെ പബ്ലിഷ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോണിക് പബ്ലിഷിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിൻറ്റ്, ഇ സർവീസസ്. ദോസ് ആർ സർവീസസ് അവൈൽഡ് ത്രൂ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റ് വഴി ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള സർവീസസ്, അതിനെയാണ് ഇലക്ട്രോണിക് സർവീസസ് അഥവാ ഇ സർവീസസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഏതെങ്കിലും തരത്തിലുള്ള കസ്റ്റമർ കെയർ സർവീസുകൾ നമുക്ക് ഓൺലൈനായിട്ട് അവൈലബിൾ ആകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഈ സർവീസിന് എക്സാമ്പിളാണ്. സോ ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് അവർ സെഷൻ. താങ്ക് യു ആൾ.